എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഐറ്റം ആയിട്ടുള്ള ലഡ്ഡുവാണ്. വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ലഡ്ഡു എന്നുള്ള കാര്യം പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എണ്ണയ്ക്ക് പുറമെ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ലഡ്ഡു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൂ. അതായത് കടലമാവും പഞ്ചസാരയും. റിഫൈൻഡ് ഓയിലാണ് ലഡ്ഡു ഉണ്ടാക്കാനായി ഉപയോഗിക്കേണ്ടത്. ബേക്കറിയിൽ നിന്നും കിട്ടുന്നത് പോലെയുള്ള സോഫ്റ്റ് ലഡ്ഡു നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആദ്യം തന്നെ ലഡ്ഡുവിനുള്ള ബൂന്തി ഉണ്ടാക്കാനായി കടലമാവിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. അതിനായി കടലമാവ് ഒരു മിക്സി ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. 1 കപ്പ് വെള്ളവും 2 പ്രാവശ്യമായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാറ്ററിൽ ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല. കടലമാവിൻ്റെ ബാറ്റർ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കേണ്ടത്. ബാറ്ററിന് കട്ടി കൂടിയാൽ ബൂന്തി നീളത്തിലായി പോകും. മിക്സിയിൽ അടിച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. 1/2 സ്പൂൺ നാടൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പല കളറിലും ലഡ്ഡു ഉണ്ടാക്കാറുണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കുന്നത് മഞ്ഞ ലഡ്ഡുവാണ്. ലഡ്ഡുവിന് മഞ്ഞ കളർ കിട്ടാനായി ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ലഡ്ഡുവിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിനായി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ലഡ്ഡുവിൽ ചേർക്കാനായി കുറച്ച് കൽക്കണ്ടവും ഏലക്ക പൊടിച്ചതും 4-5 ഗ്രാമ്പൂവും എടുത്തു വയ്ക്കണം. ഇതിനു പുറമെ കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തയ്യാറാക്കി വയ്ക്കണം. ഇതിനായി ഞാനിവിടെ ഒരു ചെറിയ പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കുന്നുണ്ട്. ബൂന്തി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഇവയെല്ലാം തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഇനി ലഡ്ഡുവിനുള്ള ബൂന്തി തയ്യാറാക്കാം. അതിനായി ഒരു കടായിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കണം. ഒരു തുള്ളി ബാറ്റർ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ അത് പൊങ്ങി വന്നാൽ എണ്ണ പാകത്തിന് ചൂടായി എന്നർത്ഥം. ഇനി ഒരു സ്ലോട്ടഡ് തവയിലൂടെ തയ്യാറാക്കി വെച്ച ബാറ്റർ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തുള്ളി തുള്ളിയായി എണ്ണയിലേക്ക് വീഴുന്ന ബാറ്റർ ഓരോ മുത്തുമണികളെ പോലെ എണ്ണയിൽ പൊങ്ങിക്കിടക്കും. മിക്സറിനും മറ്റും ഉണ്ടാക്കുന്നത് പോലെ ബൂന്തി അധികം മൂത്തു പോകാൻ പാടില്ല. അധികം മൂത്തു പോയാൽ ലഡ്ഡു സോഫ്റ്റ് ആവുകയില്ല. അതുകൊണ്ട് അധികം മൂത്തു പോകുന്നതിന് മുമ്പ് തന്നെ ബൂന്തി കോരിയെടുത്ത് മാറ്റണം. അങ്ങനെ 3-4 പ്രാവശ്യമായി കുറേശ്ശെയായി മുഴുവൻ ബാറ്ററും വറുത്തു കോരി എടുക്കണം. ഇനി ഈ ബൂന്തി ഒരു മിക്സി ജാറിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുക്കണം. അതായത് ബൂന്തിയുടെ ഒരു 50% പൊടിഞ്ഞു കിട്ടുന്നത് പോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെയാകുമ്പോഴേ ലഡ്ഡു ഉരുട്ടിയെടുക്കാൻ കഴിയുള്ളൂ. മിക്സിയിൽ അടിച്ചെടുത്ത ബൂന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ലഡ്ഡുവിന് ആവശ്യമുള്ള പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനായി ഒരു കട്ടിയുള്ള പാത്രത്തിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ലഡ്ഡുവിന് 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ലഡ്ഡുവിന് മധുരം കുറച്ചു മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്താലും മതി. മീഡിയം ഫ്ലെയിമിലാണ് പഞ്ചസാര പാനി തയ്യാറാക്കേണ്ടത്. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പഞ്ചസാര നന്നായി പതഞ്ഞു വന്നാൽ പാനി ഏകദേശം തയ്യാറായി എന്ന് കരുതാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നൂല് പോലെ കിടക്കുകയാണെങ്കിൽ പഞ്ചസാര പാനി റെഡിയായി എന്നർത്ഥം. ഇനി ഈ പഞ്ചസാര പാനി നേരത്തെ തയ്യാറാക്കി വെച്ച ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കൽക്കണ്ടവും ഏലക്ക പൊടിച്ചതും 2-3 ഗ്രാമ്പും പിന്നെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തണുക്കാനായി വെക്കണം. ഈ സമയം ബൂന്തി പഞ്ചസാര പാനിയിൽ കിടന്ന് ഒന്ന് വീർക്കും.
അങ്ങനെയാവുമ്പോൾ ലഡ്ഡു നല്ല സോഫ്റ്റായി ഉരുട്ടിയെടുക്കാൻ കഴിയും. ബൂന്തി പഞ്ചസാര പാനിയിൽ കിടന്ന് നന്നായി വീർത്തു വന്നിട്ടുണ്ട്. ചൂട് പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് തന്നെ ലഡ്ഡു ഉരുട്ടിയെടുക്കേണ്ടതാണ്. ചെറു ചൂടോടെ തന്നെ ഉരുട്ടിയെടുത്തില്ലെങ്കിൽ ബൂന്തി കട്ടിയായി പോകും. ചിലരെങ്കിലും ബൂന്തി മിക്സിയിലിട്ട് അടിക്കാതെ തന്നെ ലഡ്ഡു ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സോഫ്റ്റ് ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസപ്പെടും. സ്വാദിഷ്ടമായ സോഫ്റ്റ് ലഡ്ഡു റെഡിയായി വന്നിട്ടുണ്ട്. 2 കപ്പ് കടലമാവ് ഉപയോഗിച്ചപ്പോൾ ഏകദേശം മീഡിയം സൈസിലുള്ള 30 ലഡ്ഡു എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെയ്യും ഏലക്കായും ഗ്രാമ്പും മറ്റും ഇട്ടതുകൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കൊതിയൂറും ഈ സോഫ്റ്റ് ലഡ്ഡു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം.